ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനിലെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ സ്ക്വയർ പിരമിഡ് ഓഫ് സൈഡ് 30 mm, ആക്സിസ് ലെങ്ത് 150 mm, ആക്സിസ് ലെങ്ത് 50 ആണ് കേട്ടോ. ആക്സിസ് ലെങ്ത് 50 mm ഈസ് സെൻട്രലി പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 50 mm. ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ദി സോളിഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൊജക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വിചാരിക്കുക ഐസോമെട്രിക് സ്കെയിൽ എടുക്കണം. പ്രൊജക്ഷൻ എന്നാണ് ചോദിച്ചേക്കണമെങ്കിൽ ഉടൻ തന്നെ ഐസോമെട്രിക് സ്കെയിൽ എടുക്കണം. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കാൻ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. പിന്നെ ഇവിടെ നിന്ന് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ മുകളിലത്തെ 45 ഡിഗ്രി ലൈനാണ് ട്രൂ ലെങ്ത്ത്, ഈ ലൈനാണ് ഐസോമെട്രിക് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് സ്കെയിൽ നമ്മൾ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പറഞ്ഞതനുസരിച്ചിട്ട് എ സ്ക്വയർ പിരമിഡ് ഓഫ് സൈഡ് ആക്സിസ് ലെങ്ത് 50 mm ഈസ് സെൻട്രലി പ്ലേസ് ഓൺ ദ ടോപ്പ് ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂബിൻ്റെ മുകളിൽ ഒരു പിരമിഡ് വെച്ചേക്കുന്നു കണ്ടോ. ഒരു സ്ക്വയർ പിരമിഡ് വെച്ചേക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പടം വരയ്ക്കേണ്ടത്. ഫൈനലി നമ്മൾക്ക് വരയ്ക്കേണ്ടത് ഈ പടമാണ്. അപ്പോൾ ഇത് പടം വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് വരച്ചതിന് ശേഷം ഇത് ഇവിടം വരെ വരും, ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, കണ്ടോ. ഈ പടമാണ് വരയ്ക്കേണ്ടത് നമുക്ക് ഫൈനലായിട്ട്. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ക്യൂബിൻ്റെ മുകളിൽ ഒരു സ്ക്വയർ പിരമിഡ് വെച്ചേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടേണ്ട പടം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എക്സ് വൈ ലൈനിൽ നമുക്ക് ഇതിൻ്റെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യൂബാണ്. ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടോപ്പ് വ്യൂ. അത് നമ്മൾ കറക്റ്റ് സൈസിൽ 50 mm സൈസിൽ നമ്മൾ മുകളിൽ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂ അതും വരച്ചു. പിന്നെന്താ വേണ്ടേ? അതിൻ്റെ മുകളിൽ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട് അല്ലേ. ആ സ്ക്വയർ പിരമിഡിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് 30 ആണ്. അപ്പോൾ 30 അത് നമുക്ക് സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേ ഉള്ള ഈ സ്ക്വയർ വരച്ചല്ലോ, അതിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്ററിൽ നിന്ന് ഇതിന് പാരലായിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, ഇതിന് പാരലായിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് 30 കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പടയുന്ന നമുക്ക് ഈ പടം വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു, സ്ക്വയർ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു. അപ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ മുകളിൽ നമുക്ക് ഈ സൈഡ് കാണാൻ പറ്റും അല്ലേ, പിരമിഡ് ആയതുകൊണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോഴത്തേക്കും ആദ്യം ക്യൂബ് വരച്ചു. ക്യൂബ് എന്താ 50 സൈഡാണ്. അപ്പോൾ ആ 50യുടെ ഒരു ക്യൂബ് വരച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഇത് നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വന്നു, ഇത് നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ നമ്മുടെ സ്ക്വയർ പിരമിഡ് വരയ്ക്കുക. അതിൻ്റെ സൈസ് എത്രയാണ്? ഹൈറ്റ് എത്രയാണ്? ആക്സിസിൻ്റെ 50 ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചു. അപ്പോൾ ഏത് ഐസോമെട്രിക് പ്രോബ്ലം ചെയ്താലും ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. കണ്ടോ, ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലെങ്ത് ഒക്കെ കുറയും. ഇതാണ് ട്രൂ ലെങ്ത്ത്. നമ്മൾ താഴോട്ട് വരയ്ക്കുന്നതാണ് ആക്ച്വൽ ലെങ്ത്ത്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ആവശ്യം വരുന്നത് എന്തിൻ്റെയൊക്കെയാണ്? 50യുടെയും ഈ 30യുടെയും ആയിരിക്കും നമുക്ക് ഐസോമെട്രിക് ലെങ്ത്ത് വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 50യുടെ ഇത് 50 ആണ്. 50 ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്ക് കട്ട് ചെയ്തു. ഇവിടെ നിന്ന് നേരെ വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ ഇതായിരിക്കും ഈ ഡിസ്റ്റൻസ് ആയിരിക്കും 50യുടെ ഐസോമെട്രിക് ലെങ്ത്ത്. ഇതെന്ന് പറഞ്ഞാൽ 30 ആണ്. 30 ഞാൻ ട്രൂ ലെങ്ത് എടുത്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. ഇവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ ഈ പോയിന്റ് കിട്ടി. ഈ ഡിസ്റ്റൻസാണ് 30യുടെ
എന്ത് ഐസോമെട്രിക് ലെങ്ത്. അപ്പോൾ ഈ 50യുടെ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40യുടെ അടുത്ത് വരും. 30യുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ച് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ലെങ്ത് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിലേക്ക് വരിക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, ഒരു പോയിന്റ് സെലക്ട് ചെയ്തു, 30 ഡിഗ്രി ഇൻക്ലൈനിൽ ഇങ്ങോട്ട് ലൈൻ വരച്ചു, 30 ഡിഗ്രി ഇൻക്ലൈനിൽ ഇങ്ങോട്ട് ലൈൻ വരച്ചു. എന്നിട്ട് ഇനി നമ്മളിപ്പോൾ ക്യൂബ് വരയ്ക്കാൻ പോവുക. ക്യൂബ് വരയ്ക്കാൻ നേരത്ത് ഈ സൈഡിൻ്റെ ലെങ്ത്തും ഈ സൈഡിൻ്റെ ലെങ്ത്തും തുല്യമാണ് അല്ലേ? അപ്പോൾ അത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 50 ആണ്. പക്ഷേ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ നേരത്ത് നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് വേണം. ആ ഐസോമെട്രിക് ലെങ്ത് 50യുടെ ഞാൻ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഐസോമെട്രിക് ലെങ്ത് ആണ്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഐസോമെട്രിക് ലെങ്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഐസോമെട്രിക് ലെങ്ത് ഓഫ് 50. അത് വരച്ചതിന് ശേഷം എന്താ വേണ്ടേ? നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രപ്പീസിയം പോലെ കിട്ടും അല്ലേ? അല്ലെങ്കിൽ ട്രപ്പീസിയം അല്ല, റോംബസ് പോലെ കിട്ടും. ഇവിടെ നിന്ന് 50 അല്ലേ? 50യുടെ ഐസോമെട്രിക് ലെങ്ത് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. 50 അല്ല, 50യുടെ ഐസോമെട്രിക് ലെങ്ത് അടുത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയിന്റ് കിട്ടി, ഇവിടെ നിന്ന് 50 എടുക്കുക, ഇവിടെ നിന്ന് 50 എടുക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കിട്ടി അല്ലേ? ഇനി ഇതിന് പാരലായിട്ട് ഇവിടെ ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് പാരലായിട്ട് ഇവിടെ വരയ്ക്കുക, ഇങ്ങനെ ഈ ലൈൻസും വരയ്ക്കുക. അപ്പോൾ നമുക്ക് ക്യൂബ് കിട്ടി. അപ്പോൾ ക്യൂബിൻ്റെ എല്ലാ സൈഡും ഐസോമെട്രിക് ലെങ്ത് ആണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് വേണം? പിരമിഡ് വരയ്ക്കണം അല്ലേ? അപ്പോൾ പിരമിഡ് വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇത് 30 ആണ് അല്ലേ? ഇത് 30 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും ലൈൻ വരയ്ക്കുക, ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിന് പാരലായിരിക്കണം, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിന് പാരലായിരിക്കണം. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസാണ് വേണ്ടത് അല്ലേ? ഈ ഡിസ്റ്റൻസിൻ്റെ അപ്പോൾ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? അതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാ? ഇവിടെ നിന്ന് ഇവിടം വരെ 15 ആയിരിക്കും അല്ലേ? ഇവിടെ നിന്ന് ഇവിടം വരെ 15, ഇവിടെ നിന്ന് ഇവിടം വരെ 15. അപ്പോൾ 15ൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുക്കുക. 15ൻ്റെ ഐസോമെട്രിക് ലെങ്ത് നമുക്ക് ഇവിടെ 15 മാർക്ക് ചെയ്തിട്ട് നേരെ വെർട്ടിക്കൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് ആയിരിക്കും 15ൻ്റെ ഐസോമെട്രിക് ലെങ്ത്. ആ ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക. അപ്പോൾ 4 പോയിൻറ്റ്സ് കിട്ടും. ആ 4 പോയിൻറ്റ്സിൽ കൂടി ലൈൻസ് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഉള്ളിലത്തെ ഈ റോംബസ് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ബോക്സിൻ്റെ അകത്ത് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ കണ്ട ബോക്സിൻ്റെ അകത്ത് ആക്കിയതുണ്ട. അപ്പോൾ ഈ ബോക്സ് ഞാൻ ഇവിടെ വരച്ചു. ബോക്സ് വരയ്ക്കാൻ എളുപ്പമല്ലേ? ഈ എല്ലാ പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 50 ആണ്. 50യുടെ ഐസോമെട്രിക് ലെങ്ത് എടുക്കുക, എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ബോക്സ് വരയ്ക്കുക, നേരത്തെ ക്യൂബ് വരച്ച പോലെ. എന്നിട്ട് ഇതിൻ്റെ ഡയഗണൽ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കിട്ടി. പിന്നെ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. സംഭവം കഴിയും. എന്നിട്ട് ഇതൊക്കെ ഡാർക്ക് ചെയ്യുക. ഇതുണ്ട, ഇവിടം വരെ ഡാർക്കിങ് വരാൻ പാടുള്ളൂ. ഇതൊക്കെ ലൈറ്റ് ആയിരിക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതൊക്കെ ലൈറ്റ് ആയിരിക്കണം. അതുപോലെ ഇവിടെ നിന്ന് ഡാർക്ക് ആക്കുക, ഇവിടെ നിന്ന് ഇതൊക്കെ ഡാർക്കായിരിക്കും. ഈ എഡ്ജ് കാണാൻ പറ്റും, ഈ എഡ്ജ് കാണാൻ പറ്റും, ഇതും കാണാൻ പറ്റും, ഇതും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പടം വരയ്ക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് വരച്ച് നോക്കണം കേട്ടോ. ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ.